എനിക്ക് വളരെ പേഴ്സണലി അറിയാമെന്നുള്ള നമ്മൾ ചുറ്റുന്നെങ്കിൽ എത്ര പേര് ഈ കൃഷ്ണകുമാറിനും സിന്ധുവിനും വേറെ പണിയില്ലേ. അപ്പോൾ പുള്ളിക്കാരത്തി വന്ന് അമ്മൂമ്മയുടെ കൂടെ നിന്നു. കാരണം അമ്മൂമ്മയ്ക്ക് വീണ്ടും വീണ്ടും ഈ കാല് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മൂമ്മ ഫുഡ് എങ്ങനെയുണ്ട്? ദിവസം പോലും അമ്മൂമ്മ ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിട്ടില്ല. അവസാനം വന്ന മെയ്ഡ് എൻ്റെ അമ്മ അറേഞ്ച് ചെയ്ത് കൊടുത്ത മെയ്ഡ്. ആ മെയ്ഡ് അമ്മേനെ തൊഴുതിട്ട് ഇറങ്ങിപ്പോയ അവസാനം ഈ സ്ത്രീയുമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന്. അപ്പൂപ്പനെ മരിച്ച അപ്പൂപ്പനെ വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പം നമ്മൾ അങ്ങോട്ട് പോയി. അമ്മയും നമ്മുടെ അന്നുള്ള ഡ്രൈവറും എല്ലാം. BJP നേതാവും അതുപോലെ നടനുമായിട്ടുള്ള കൃഷ്ണകുമാറിൻ്റെ വീട്ടിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് വിഷയങ്ങൾ കടന്നിങ്ങനെ ഓടുവാണ്. അത് നമ്മളെല്ലാവരും കണ്ടതാണ്, ഈ പറഞ്ഞ പോലെ അമ്മൂമ്മയുമായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തൻവിയാണ് ശരിയെന്ന് അഭിപ്രായമുള്ള ആളുകൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. എത്ര ആളുകൾ തൻവിയുടെ ഭാഗത്ത് നിൽക്കുന്നു, തൻവിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ ഈ വിഷയത്തിനെ പറ്റിയിട്ട് നിങ്ങൾ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കണം. അപ്പം സിന്ധു കൃഷ്ണ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ദിയ കൃഷ്ണ മോനുമായിട്ട് നിൽക്കുന്നൊരു ഫോട്ടോയാണ്. ഞാനിവിടെ സൈഡിൽ വയ്ക്കാം ആ ഒരു പോസ്റ്റ്. അപ്പം അതുമാത്രമല്ല, തൻവി ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിലോട്ട് വന്ന സമയത്ത് ഞാൻ ആദ്യം കരുതിയത് ഈ തൻവി റീച്ചിന് വേണ്ടിയിട്ടും കാര്യങ്ങൾക്കും ആണ് ഇത് ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഈ അമ്മൂമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നെ ഈ ആഹാനയുടെ വോയിസ് പുറത്തു വരുന്നു. ആഹാന ഈ അമ്മൂമ്മയെ വിളിക്കുന്ന ചീത്ത വാക്കുകളും മോശപ്പെട്ട വാക്കുകളൊക്കെ. അപ്പോൾ അതിലൂടെ എനിക്ക് തൻവിയാണെന്ന് എനിക്ക് ആണെന്ന് തോന്നി. മാത്രമല്ല, തൻവി ഇന്നൊരു വ്ളോഗ് പങ്കുവച്ചിട്ടുണ്ട്. ആ വ്ളോഗിനകത്ത് തൻവി ഒരു കാര്യം പറയുന്നുണ്ട്. ഇനി ആരൊക്കെ നോക്കിയില്ലെങ്കിലും ഞാൻ എൻ്റെ അമ്മൂമ്മയെ പൊന്നുപോലെ നോക്കുന്നു. അത് കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞുപോയി. ആ അമ്മൂമ്മയെ കൊണ്ടുപോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ തൻവിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നേ, അവിടെ ചെന്നിട്ട് അവർക്ക് നല്ല ഇഷ്ടപ്പെട്ട ആഹാരം, ബിരിയാണിയാന്ന് തോന്നുന്നു, അതൊക്കെ കഴിക്കാൻ കൊടുക്കുന്നതും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതും അവരെ ആ ഒരു സന്തോഷങ്ങളൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ഭയങ്കര ഒരു സന്തോഷം തന്നെ തോന്നുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, തൻവിയാണ് ശരിയെന്ന് എനിക്കിപ്പം തോന്നുന്നല്ല, അങ്ങനെ ആണ്. കാരണം ആ കുട്ടി ചെയ്യുന്നത് സ്വന്തം മക്കൾ ചെയ്യാത്ത കാര്യമാണ് ആ കുട്ടി ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, തൻവി ശരിയാണെന്ന് തോന്നുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്ക് അടിക്കാൻ പറഞ്ഞത്. എന്തായാലും ഇവിടെ കൃഷ്ണകുമാറിൻ്റെ വൈഫ് സിന്ധു കൃഷ്ണ ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുന്നുണ്ട്. സ്വന്തം മകളൊരു ഫോട്ടോയും കൊച്ചുമകളൊരു ഫോട്ടോയും കൂടെ പങ്കുവച്ചിട്ട് ഓസി ആൻഡ് ഓമി മിസ്സിങ് യു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ സിന്ധു കൃഷ്ണ പങ്കുവയ്ക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം, നിങ്ങളുടെ ഒരു അമ്മ ഒറ്റയ്ക്ക് നിങ്ങളെല്ലാം മിസ് ചെയ്തുകൊണ്ട് എത്ര നാളായിട്ടും നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൂടെ ഒന്ന് വന്ന് ഇതുപോലെ ഒന്ന് ട്രാവലൊക്കെ ചെയ്ത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നൊന്ന് നിങ്ങളൊന്ന് തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളെ മോളെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അമ്മ നിങ്ങളുടെയൊക്കെ എന്തുമാത്രം മിസ് ചെയ്യുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കി. കൊച്ചുമോള് ആ അമ്മയെ അത്രയും തെറിവാക്കുകൾ വിളിച്ചിട്ട് പോലും, മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് പോലും, നീയെന്നും സ്ത്രീയെന്നും പട്ടിയെന്നും എല്ലാം വിളിച്ചിട്ട് പോലും നിങ്ങളുടെ മക്കളെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. തിരുത്തേണ്ടതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഒന്ന് ആലോചിച്ച് നോക്കി. അതാണ് ആ അമ്മൂമ്മയും നിങ്ങളൊക്കെ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഞാനിനി ഇവിടെ ഇന്ന് നോക്കണം. ഇന്ന് സ്വന്തം മോളല്ലാഞ്ഞിട്ട് പോലും അമ്മൂമ്മയെ തൻവി ഇതുപോലെ കൂടെ നിർത്തി തൻവിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നത്, അതൊക്കെ അവർക്ക് സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ അതൊക്കെയാണ് അതാണ് അവരെ പ്രശ്നം. അമ്മൂമ്മയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ജീവിക്കുവാണ്. കൊച്ചുമക്കളും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ളൊരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. ഈ കൊച്ചുമക്കൾ തിരിഞ്ഞു നോക്കുന്നെങ്കിലും മക്കൾ തിരിഞ്ഞു നോക്കണം. അതാണ് അവർക്ക് വേണ്ടത്. പക്ഷേ അത് അവർ ചെയ്യുന്നില്ല. അച്ഛൻ മരിച്ചതിന് ശേഷം അവരെ ഒഴിവാക്കിയതാണ് അവർ പറയുന്നത്. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു അവസ്ഥ വരുത്തില്ലെന്നാണ് അവർ ആ വീഡിയോയ്ക്ക് അത് പറയുന്നത്. ഇനി ഞാനിവിടെ ആഹാന കൃഷ്ണ അമ്മൂമ്മയെ പറ്റിയിട്ട് പറയുന്ന കുറച്ച് ഭാഗം ഞാൻ വെച്ച് തരാം. അതിനുശേഷം തൻവിയുടെ ഇന്നത്തെ ഒരു വ്ളോഗുണ്ട്. അതിനകത്ത് അമ്മൂമ്മയും കൊണ്ടുപോകുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ച, സന്തോഷം നൽകുന്നൊരു കാഴ്ചയാണ് ഞാൻ ഇവിടെ വെച്ച് തരാം. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. അതിനുശേഷം സിന്ധു കൃഷ്ണ തൻ്റെ മക്കളെ പറ്റിയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടെ ഞാൻ വെച്ച് തരാം. അപ്പോൾ എന്തായാലും ആഹാന കൃഷ്ണ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് ഒരുപാട് പേര് കണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് വെച്ച് തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അമ്മൂമ്മയുടെ
ആ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, വീട് ഫുൾ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. അതിൽ നിന്ന് ആൾക്കാർ ഉണ്ടാക്കിയെടുത്തൊരു നറേറ്റീവാണ് അവരുടെ വീട് പോലും അലങ്കോലമായിട്ട് കിടന്നിട്ട് ഒരു ജോലിക്കാരി പോലും ഇല്ല. ഒരു ദിവസം പോലും അമ്മൂമ്മ ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിട്ടില്ല. അവസാനം വന്ന മെയ്ഡ് എൻ്റെ അമ്മ അറേഞ്ച് ചെയ്ത് കൊടുത്ത മെയ്ഡ്. ആ മെയ്ഡ് അമ്മേനെ തൊഴുതിട്ട് ഇറങ്ങിപ്പോയ അവസാനം ഈ സ്ത്രീയുമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന്. അപ്പൂപ്പനെ മരിച്ച അപ്പൂപ്പനെ വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പം നമ്മൾ അങ്ങോട്ട് പോയി. അമ്മയും നമ്മുടെ അന്നുള്ള ഡ്രൈവറും എല്ലാവരും കൂടി ആദ്യം പോയാണ് ആ ഹോളെങ്കിലും ഒന്ന് നീറ്റാക്കിയത്. ഒരു സൈഡിൽ വൃത്തിപ്രാന്ത്, പക്ഷേ വീട് ക്ലട്ടർ. ഉപ്പൻ്റെ മരണവും ഈ ഫ്യൂണറലും എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ 4 പേരും പറഞ്ഞതാ, ദേവി ഇത് നമ്മളെ ഒന്ന് അനുവദിക്ക്, നമ്മൾ ഈ വീട് വൃത്തിയാക്കി തരട്ടെ. കാരണം അന്ന് നമ്മൾ പറയുന്നത് എന്താ, ജൂണിൽ തന്നെയും പിള്ളേരും വരും, ആ ന്യൂ ബോൺ കൊച്ചിനെ ഇത്രയും അലമ്പ് പിടിച്ച പൊടി പിടിച്ചൊരു വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, നമ്മൾ വൃത്തിയാക്കി തരാം, നമുക്കൊരു ഡീപ്പ് ക്ലീനിങ് ആൾക്കാരെ വിളിച്ച് ഫുൾ വീട് വൃത്തിയാക്കാമെന്ന് നമ്മൾ പറഞ്ഞാണ്. പുള്ളിക്കാരി സമ്മതിച്ചില്ല. ഓക്കെ, ഇവിടെ പ്രായമായിട്ടുള്ള ആളുകൾ അത്ര പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരവരേതായിട്ടുള്ള ചെറിയ ചെറിയ വാശികളും പിടിവാശികളൊക്കെ കാണിക്കും. പിന്നെ പഴയ ആളുകളാണ്, അവർക്ക് ചിലപ്പം അത്രയും വിവരം കാണണമെന്നില്ല, കുത്തിത്തിരിപ്പുകളും കുന്നായ്മകളൊക്കെ കാണിക്കും. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒരു മകള് അമ്മയെ ചേർത്ത് നിർത്തണം. അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്തും മറ്റാരുമില്ല. ഒന്നാമതായിട്ട് അവരെ ഹസ്ബൻഡും ഇല്ല, മരിച്ചുപോയി, മറ്റാരുമില്ല. ഇല്ലാതിരിക്കുന്ന സമയത്ത് അവരെ ചേർത്ത് പിടിക്കേണ്ടത് കടമ ആ മകളെ ഉത്തരവാദിത്വം തന്നെയാണ്. അതിനകത്ത് നിന്ന് എന്ത് പറഞ്ഞാലും ഇനി ഒഴിയാൻ പറ്റത്തില്ല. ഓക്കെ, അത് പോട്ട്. അത് മാത്രമല്ല, ഈ ഹാനാകൃഷ്ണൻ എന്തൊക്കെ വായി വരുന്നതാണ് വിളിച്ചത് ഓഡിയോ ക്ലിപ്പിനകത്ത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ അതിന് പോലും അവർ ഹാനെ തിരുത്തിയില്ല. തിരുത്തുന്നതിന് പകരം ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ മോളോടൊപ്പമാണെന്നുള്ളൊരു സ്റ്റോറിയാണ് ഇട്ടേക്കുന്നത് അല്ലേ. ഇനി ഞാനിവിടെ തൻവിയുടെ വ്ലോഗ് വെച്ച് തരാം. തൻവി ഈ പറയുന്ന അമ്മൂമ്മയെ കൊണ്ടുപോയി ആ തൻവിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി മനോഹരമായിട്ടുള്ള ഫുഡൊക്കെ വിളമ്പി കൊടുക്കുന്നതും അത് കഴിച്ചിട്ട് അവർ തിരിച്ചു വരുന്നതൊക്കെയാണ് അതിനകത്ത് വ്ലോഗിനകത്തുള്ളത്. എന്തായാലും അത് ഞാൻ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഒന്നുമില്ല, അത് വേറെ കാര്യം. അങ്ങനെ അമ്മൂമ്മയും യോജിമോനും ഫ്രണ്ട് ഇരിക്കുക. എന്താണ് എന്റെ എക്സ്പീരിയൻസ്? വണ്ടി ഓടിക്കാൻ അറിയാത്ത കുറെ ആൾക്കാർ ക്യാൻഡയിൽ വണ്ടി ഓടിക്കുന്ന പോലെ ഒന്നല്ലേ ഇവിടെ നമ്മുടെ ഇഷ്ടം പോലെ വണ്ടി ഓടിക്കാം. വെറുതെ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ നമ്മൾ എന്തായാലും ഇനി പതുക്കെ അവിടെ പോകുന്ന വഴിക്ക് എന്തായാലും കുടിക്കാൻ വേണം. നമ്മൾ നല്ല ഡീഹൈഡ്രേറ്റഡ് ആവുന്നുണ്ട്. കൊച്ചിന് പാല് പോലും നേരെ കൊടുക്കാൻ കിട്ടുന്നില്ല, അത്രയ്ക്കും ചൂട് കാണാം. AC പോലും നമ്മുടെ അത്രയും നല്ല കാറൊക്കെ വെച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് പിന്നെ ഇങ്ങനെ ചെറിയ കാർ ഓടിക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് കാണാം. ബാക്ക് സീറ്റിൽ അങ്ങനെ AC കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ചൂട് ഒട്ടും പറ്റുന്നില്ല. പാവം, അതാണ് വർക്ക് ആവുന്നുണ്ടോ അമ്മ? ചെറിയ കാറായണ്ട ഇത്രേ ഉള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി വ്ലോഗ് എടുക്കാം. അങ്ങനെ നമ്മൾ എത്തി കരവാലൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. ഇതാണ് ലാൻഡ് മാർക്ക്. മറ്റന്നാ ഫുഡ് എങ്ങനെയുണ്ട്? ഞാനൊന്ന് ചെറുതായിട്ട് ഉറങ്ങി എണീച്ചപ്പോഴത്തേക്കും യോജിയുടെ അമ്മച്ചി വന്നു. പുള്ളിക്കാരത്തി അമ്മൂമ്മേനെ പരിചയപ്പെട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അവരെന്തൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. യോജി ഇപ്പോൾ വരും, നമ്മളിപ്പോൾ ഇറങ്ങും. കാരണം 6:30 മണി കഴിഞ്ഞ് ഞാൻ ഇവിടെ എൻ്റെ ഇടയ്ക്ക് പമ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ഉറക്കമൊന്നും ശരിയായിട്ടില്ല. നല്ലോണം ഉറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. 2-3 ദിവസത്തിലൊക്കെ ആവുമായിരിക്കും. അപ്പം ഇതാണ് യോജി. അപ്പം ഒരാഴ്ച തന്നെ ഞങ്ങൾ 2 വട്ടം പോയി അങ്ങോട്ട്. രണ്ടാമത്തെ തവണ പോയപ്പോൾ അമ്മൂമ്മയുടെ കസിൻ്റെ മോളായിട്ട് വരുമെന്ന് തോന്നുന്നു, ഗിരിജ വല്യമ്മ. അപ്പോൾ പുള്ളിക്കാരത്തി വന്ന് അമ്മൂമ്മയുടെ കൂടെ നിന്നു. കാരണം അമ്മൂമ്മയ്ക്ക് വീണ്ടും ഈ കാല് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മൂമ്മയ്ക്ക് എപ്പോഴും വരാൻ പറ്റത്തില്ല. അപ്പം അമ്മൂമ്മ നമ്മളിവിടെ ആക്കി ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. അമ്മൂമ്മയ്ക്ക് ഹാപ്പിയാ, കാരണം പുള്ളിക്കാരത്തി വന്നാൽ പിന്നെ അവര് എന്തെങ്കിലും കത്തി അടിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. എനിക്കൊരു അമ്മച്ചിയുണ്ട്, എൻ്റെ അമ്മയുടെ അമ്മ. അപ്പം എൻ്റെ അമ്മയുടെ അമ്മയും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അമ്മയുടെ അമ്മയും തൻവിയുടെ അമ്മൂമ്മയായിട്ട് നല്ല കമ്പനിയായി. അമ്മൂമ്മ വീട്ടിലൊക്കെ വരാൻ വേണ്ടിയൊക്കെ വീട്ടിലേക്ക് പോകാൻ 2 ദിവസം നിൽക്കാന്നൊക്കെ പറഞ്ഞ് അമ്മൂമ്മ വിളിച്ചു. പിന്നെ അമ്മച്ചിക്കും അങ്ങനെ അധികം ട്രാവൽ ചെയ്യാം. അമ്മച്ചിക്ക് 80 വയസ്സായി, എങ്കിലും ഓടി കിടക്കും.
80 വയസ്സായി. ഞാനും കുറേ വർഷങ്ങൾക്ക് ശേഷം പപ്പയും ചേച്ചീനെയൊക്കെ കണ്ടുകൊണ്ട് ഒരു ഹാപ്പി. എനിക്ക് അവരായിട്ട് ഞാൻ മിണ്ടാത്ത ജോലിയായിട്ട് മിണ്ടാത്തതുകൊണ്ടാണ്. അവരൊക്കെ എന്നോട് നല്ല ട്രീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. സോ നമ്മളെന്തായാലും പോയി കണ്ടു. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു നല്ലൊരു അടുത്ത വ്ളോഗിലാണ് ശരിക്കും. അടുത്ത വ്ളോഗ് കാണുമ്പോൾ അമ്മൂമ്മയ്ക്ക് നെഞ്ചൊക്കെ ഇടിച്ചു പോകും. കാരണം ലിയാൻ അവിടെയൊക്കെ വെള്ളത്തിലൊക്കെ കളിക്കുന്ന ഒരു വ്ളോഗാണ്. കണ്ടല്ലോ, ശരിക്കും ഈ അമ്മൂമ്മയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മക്കളും കൊച്ചുമക്കളും അവരെ ഒറ്റപ്പെടുത്തി. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പേ ഉള്ള വ്ളോഗുകളൊക്കെ നമ്മൾ സിന്ധുകൃഷ്ണയുടെയും ഈ അഹാനയുടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ സിന്ധുകൃഷ്ണയുടെ വ്ളോഗിനകത്താണ് ഈ അമ്മൂമ്മയെ കാണുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ ഇവർ ചില്ലായിട്ട് സന്തോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ അച്ഛനും ഉണ്ട്, അവരെ ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഇവർ അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, ഫുഡ് കഴിക്കുന്നതൊക്കെ നല്ല മനോഹരമായിട്ട് അവർ പൊയ്ക്കൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് അവർ ഒരുപാട് സന്തോഷിച്ചു. അതിനുശേഷം ഈ അച്ഛൻ മരിക്കുന്നു, സിന്ധുകൃഷ്ണയുടെ അച്ഛൻ മരിക്കുന്നു. അതുപോലെ അതിനുശേഷം ഇവരെ ഒറ്റപ്പെട്ട് ഒരു വീട്ടിലാക്കി അവിടെ ഒരു ഹോം നേഴ്സിനെയും വെച്ച് കൊടുത്തിട്ട് ഇവരെ പാട്ടിനങ്ങ് പോയി. അപ്പോൾ അത് അവർ മാനസികമായിട്ട് അവർ പുറത്തോട്ട് പോകുന്നില്ല, നല്ല ആഹാരങ്ങൾ അവർക്ക് കഴിക്കാൻ കിട്ടുന്നില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ ആ വ്ളോഗിനകത്ത് അവരെല്ലാം കഴിക്കുന്നുണ്ട്. അവർക്ക് പ്രായമായിട്ടുണ്ടെങ്കിലും ആ ചിക്കൻ ബിരിയാണിയാണെന്ന് തോന്നുന്നു. അപ്പം ഇതുപോലെയുള്ള ഫുഡുകൾ കഴിക്കാൻ അവർക്ക് ആഗ്രഹം കാണും, പുറത്തോട്ടൊക്കെ പോകാൻ ആഗ്രഹം കാണും. ഇതുപോലെ മക്കളുടെ കൂടെയും മരുമക്കളുടെ കൂടെയും കൊച്ചുമക്കളുടെ കൂടെയൊക്കെ പുറത്തോട്ട് പോകാൻ അവർക്ക് ആഗ്രഹം കാണും. പക്ഷെ അതൊന്നും നടക്കാതെ വന്നപ്പോഴത്തേക്ക് മാനസികമായിട്ട് അവർക്ക് ഭയങ്കര വിഷമം തന്നെ ഉണ്ടായി കാണും. അതൊക്കെയാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. പക്ഷെ ഇവരത് മനസ്സിലാക്കണം. ഇനി ഞാനിവിടെ ആ അമ്മൂമ്മയുടെ ഒരു വീഡിയോ കൂടെ വെച്ചുതരാം. അമ്മ പറയുന്നത് നിങ്ങൾ കേട്ട് നോക്കിയേ. ഈ അഹാനയുടെ കല്യാണത്തിനാണെന്ന് തോന്നുന്നു. അപ്പം കല്യാണത്തിന് അടിച്ചു പൊളിക്കാന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരു അമ്മൂമ്മയാണ് ആദ്യം നമ്മൾ കാണുന്നത്. അതിനുശേഷം ആ അമ്മൂമ്മ പറയുന്നതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഇതുപോലെ ഇതും കൂടെ എനിക്ക് കാണണം എത്രയും പെട്ടെന്ന് കേട്ടാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള 3 ദിവസം ഇതുപോലെ എനിക്ക് വന്ന് അതിലും പങ്കെടുത്ത് ഇതുപോലെയൊക്കെ എനിക്ക് ഡാൻസ് ചെയ്യണം. അന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. എന്താണ് ഉല്ലു മീനാക്ഷി എൻ്റെ കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കൂല. നീ എൻ്റെ കാലിൽ വീണ് മാപ്പ് പറയണം, അല്ലാതെ നിന്നെ എൻ്റെ കല്യാണത്തിനൊന്നും വിളിക്കൂല. എൻ്റെ കല്യാണത്തിന് നീ വരികയും ചെയ്യരുത്, അത് പറയാനും കൂടെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അയ്യോ മോളെ, ഞാൻ നിൻ്റെ കല്യാണത്തിന് വരില്ല, നീ എന്നെ വിളിക്കുകയും വേണ്ട. 75 വയസ്സായ എനിക്ക് ഇനി എന്തോന്ന് കല്യാണത്തിന് കൂടാ മക്കളെ, അതുകൊണ്ട് ഞാൻ മക്കളെ വിളിക്കുകയും വേണ്ട, ഞാൻ വരികയില്ല മോനെ എന്ന് ഞാൻ കണ്ട. ഇവർക്ക് ഇപ്പം ചില്ലായിട്ട് അവരെ കൂടെയൊക്കെ സന്തോഷമായിട്ട് ജീവിക്കണം. അതിനൊട്ട് അവർ സമ്മതിക്കുന്നുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ബിസിനസ് കാര്യങ്ങളായിട്ട് അങ്ങ് പോവാണ്. പക്ഷെ നാളെ അവരെ മക്കളിൽ നിന്നും അവർക്ക് ഈ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് അവരത് പഠിക്കും. ഞാനിവിടെ സിന്ധുകൃഷ്ണയുടെ ചെറിയൊരു ഇൻ്റർവ്യൂ വെച്ച് തരാം. അതിനകത്ത് സിന്ധുകൃഷ്ണ മക്കളെ പറ്റിയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടുപോകെ. ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൃഷ്ണകുമാർ സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ ഇടയിൽ കിടന്ന് പുള്ളി സത്യം പറഞ്ഞാൽ തലേ കൈവച്ചിട്ട് പറയുമായിരിക്കും ഇങ്ങനെയുള്ള ടീംസിൻ്റെ ഇടയിൽ കിടന്നിട്ട് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറ്റണേന്ന് പറയുമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി ആ പുള്ളിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. പുള്ളിയെ തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം പുള്ളിയുടെ ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ പുള്ളി ഇപ്പം മറ്റേ ദിയാകൃഷ്ണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയം വന്നല്ലോ, കടയിലെ മോഷണവുമായിട്ട് ബന്ധപ്പെട്ട്. അതിനകത്തൊക്കെ പുള്ളി ഇൻ്റർവ്യൂവിനകത്തൊക്കെ പറയുന്നുണ്ട്, ദിയയ്ക്ക് മക്കളെ ഭാഗത്ത് നിന്നെങ്കിലും തെറ്റി വന്നു കഴിഞ്ഞാൽ അത് ഞാൻ തിരുത്തി കൊടുത്തിട്ടുണ്ട്, അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് തിരുത്തി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അവരത് കേൾക്കണ്ടേ? എനിക്ക് തോന്നുന്നു ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് പുള്ളിയെ ശരിയാക്കിയിട്ടേക്ക് തോന്നുന്നു കേട്ടോ. എന്തായാലും സിന്ധുകൃഷ്ണയുടെ ഒരു ഇന്റർവ്യൂ കൂടെ നിങ്ങളൊന്ന് കണ്ടുപോകെ. ഈ അമ്മയ്ക്ക് മക്കളിൽ ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു കാര്യം എന്താണ്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് പറയാൻ ഒരു ആൻസർ ഒന്നുമില്ല. ലൈക്ക് നമുക്ക് പെൺകുട്ടികൾ ജനിച്ചപ്പോൾ ഉണ്ടല്ലോ, ലൈക്ക് ആദ്യത്തത് ഓക്കെ, നോബഡി കേസ്. സെക്കൻഡ് പെണ്ണാകുമ്പോൾ, മൂന്നാമതും ഒരു പെണ്ണാകുമ്പോൾ ലൈക്ക് നമ്മളെങ്ങനെ, എനിക്ക് വളരെ പേഴ്സണലി അറിയാമെന്നുള്ള നമ്മൾ ചുറ്റും എത്ര പേര് ഈ കൃഷ്ണകുമാറിനും സിന്ധുവിനും വരെ പണിയില്ലേ, ഇത്രയും പെൺപിള്ളേരെ വെച്ച് ഇവർ എന്ത് ചെയ്യും എന്ന് നമ്മളെ പുച്ഛിച്ച എനിക്ക് എത്രയെങ്കിലും ആൾക്കാരറിയാം. അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ ഇത്രയും യങ് ഏജിൽ വെൻ മൈ ചിൽഡ്രൻ ആർ ഡൂയിങ് വെൽ ഇൻ ലൈഫ് ആൻഡ് ദേ ഏബിൾ ടു ബി റിയലി ഇൻഡിപെൻഡൻറ്റ്, ദാറ്റ് മേക്സ് മീ റിയലി ഫീൽ പ്രൗഡ്. സോ ഐ കീപ് ടെല്ലിങ് സി എല്ലാവരും ലൈക്ക് ഗേൾസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ആ രീതിയിലാണ് കാണുന്നത്, ബട്ട് ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞിട്ടും മക്കൾ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം
അവരെ സംസ്കാരം, അവരെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അതൊന്നും ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ തീർന്നു. പിന്നെ ഒരു വിലയും സമൂഹത്തിലൊരു വിലയും കാണത്തില്ല. പിന്നെ എത്ര ഫോളോവേഴ്സിന് ഉണ്ടാക്കിയാലും, എത്ര ബിസിനസ്സിൽ എത്ര ഉയർച്ച നേടിയാലും, എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും അതിനകത്തൊന്നും ഒരു വിലയും, പുല്ല് വില, പട്ടി വിലയെന്ന് പറയും, ഒന്നും കാണത്തില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരാം.